അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോയാലോ? ഒരു സൂപ്പറായിട്ടുള്ള നമ്മൾ റവ വെച്ചിട്ട്, അതായത് ചിലവർ തരി എന്നൊക്കെ പറയും, ചില നാട്ടിൽ തരി എന്ന് പറയും, ചില നാട്ടിൽ റവ എന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി വട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നല്ല ക്രിസ്പി, നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ കുറച്ച് സാധാരണ നമ്മൾ ഉഴുന്ന് വടയൊക്കെ കഴിക്കൂലേ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റവ വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, അത് ഒരു ഇത്തിരി ഇട്ടോ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കില്ല, റവയുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ്. നമ്മൾ അതിൽ സവാള, പച്ചമുളക് അങ്ങനെയൊക്കെ ഇടും, അതിൽ അതൊന്നുമില്ല. ഉപ്പും ചില്ലി ഫ്ലെക്സും മാത്രം. ചില്ലി ഫ്ലെക്സ് താല്പര്യമില്ലാത്ത ആൾക്കാർ അതും ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് നനയുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത്തിരി നേരം ഒന്ന് അടച്ച് വെക്കാം. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒന്ന് ചൂടാറി നന്നായിട്ട് നമ്മുടെ കൈ വെച്ച്, നല്ലതുപോലെ ആറണ്ട, ചൂടൊക്കെ പോയിട്ട് ഒരു നമ്മുടെ കൈ വെച്ച് തൊടാൻ പാകത്തിനാകുന്ന സമയത്ത് നമുക്കിത് ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന്, അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും, റവയാണല്ലോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ട് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം സിമ്പിളായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇത്തിരി എണ്ണയോ എന്തെങ്കിലും കയ്യിലേക്ക് തടവിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് റൗണ്ടായിട്ട് കിട്ടും, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. എന്നിട്ട് അതിൻ്റെ നടുക്കൊന്ന് നമ്മുടെ ഈ വിരൽ വെച്ചിട്ട് ഒന്ന് ഹോൾസാക്കി കൊടുക്കുക. പൊട്ടിപ്പോകത്തൊന്നുമില്ല, അതിൻ്റെ ഒരു ടെൻഷനും വേണ്ട. ചിലർ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകും, അതൊന്നുമില്ല കേട്ടോ. ഇത് വെച്ച് നമുക്ക് സൂപ്പറായിട്ട് വട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഓയിൽ ചൂടാകുമ്പോൾ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കൂടുതൽ നേരം എണ്ണയിലിട്ട് അങ്ങനെ വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടെ, നമ്മുടെ തേങ്ങാ ചട്നി ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ ഉഴുന്ന് വടയ്ക്കൊക്കെ കിട്ടുന്ന ചട്നിയാണ്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതാണ്, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് നേരം എണ്ണയിൽ ഇട്ട് വെക്കേണ്ട, പെട്ടെന്ന് ഫ്രൈ ആക്കാം. നമ്മുടെ റവയിൽ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ആ പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനത്തെ ഈ ഒരു റവ വെച്ചിട്ടുണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ, മുളക് ചമ്മന്തി ആയാലും മതി കേട്ടോ, എന്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്നിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.